ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത ഫ്രോക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫിനിഷിംഗ് വർക്കും ലാസ്റ്റ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇതുവരെയായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തത്. ആ വീഡിയോ കാണാത്തവർ കാണാം, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണാം. അപ്പം നമുക്ക് ബാക്കി എങ്ങനെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 3 റൗണ്ട് കൂടി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ട് നമുക്ക് വരുന്നത് ഒരു ഇൻക്രീസിങ് റൗണ്ടാണ്. ഇപ്പോൾ നമ്മളിതുവരെയായിട്ട് ഒരു ഇൻക്രീസിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനി നമുക്കൊരു ഇൻക്രീസിങ് റൗണ്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് സാധാ നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ചെയിൻ 1 കൊടുത്ത് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. സെയിം സ്റ്റിച്ചിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷേ. ഇങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണ പോലെ തന്നെ ചെയ്യുക. പക്ഷേ ഈ റൗണ്ടിലൊരു ചേഞ്ച് എന്താ വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ 2 സൈഡ് ഫ്രോക്കിൻ്റെ ഈ 2 സൈഡിൽ സ്റ്റിച്ചിൽ നമ്മളൊരു ഏകദേശം സൈഡ് സ്റ്റിച്ച് വരുന്നത് നോക്കിയിട്ട്, ഇപ്പോൾ എനിക്കിവിടെ ഈ സ്റ്റിച്ചിലാണ് സൈഡ് വരിക. ഈ 2 സ്റ്റിച്ചിൽ ഞാൻ 2 ഡബിൾ ക്രോഷേ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യും. ഇതിലൊക്കെ 1 1 1 1 ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ചിൽ മാത്രം 2 എണ്ണം വീതം ചെയ്യും. ഈ സ്റ്റിച്ചിലും അതേപോലെ ഇപ്പുറത്തുള്ള സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യും. അങ്ങനെയാണ് ഈ റൗണ്ട് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ഇതുവരെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് കാണിക്കാം. നമ്മുടെ ഈ ഒരു സൈഡിൽ വരെ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ സൈഡിൽ വരെ ചെയ്തിട്ടുണ്ട്, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 ഇതേ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ 2. ഇപ്പോൾ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ച് 1 ഹാഫ് ഡബിൾ ക്രോഷേ. അങ്ങനെ ഫുൾ ചെയ്യുക. ഫുള്ളല്ല, ഓപ്പോസിറ്റ് സൈഡ് വരുന്നവരെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഈ സൈഡിൽ വരെ ചെയ്യുക. 1 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ, വീണ്ടും 1 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ഒരു സ്റ്റിച്ചും ഇൻക്രീസ് ചെയ്യുന്നില്ല. സാധാ പോലെ തന്നെ വെറുതെ 1 ഹാഫ് ഡബിൾ ക്രോഷേ വെച്ചിട്ട് ഫുൾ സ്റ്റിച്ചിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിഞ്ഞ് വരില്ലേ, അങ്ങനെ ചെരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ 2 ഹാഫ് ഡബിൾ ക്രോഷേ ഇട്ട് കൊടുക്കുന്നത്. 2 സൈഡിലും 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫ്രോക്ക് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്ര നീളം ചെയ്യാം. ഫസ്റ്റ് ഒരു ഇൻക്രീസിങ് റൗണ്ട് ചെയ്യുക, പിന്നെ 3 സാധാ റൗണ്ട് ചെയ്യുക, ഇൻക്രീസിങ് ഒന്നും ഇല്ലാത്ത റൗണ്ട് ചെയ്യുക, വീണ്ടും ഇൻക്രീസിങ് റൗണ്ട്, പിന്നെ 3 ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ ഒരു റൗണ്ട്, അങ്ങനെ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളം വേണോ അത്രയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ഫുൾ നീളം ചെയ്തിട്ട് ഒരു ഫ്രോക്കിൻ്റെ ഫുൾ നീളം ചെയ്തിട്ട് ലാസ്റ്റ് റൗണ്ടും ഇതിൽ വെക്കുന്ന ഫ്ലവറും ഒക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ നീളത്തിനനുസരിച്ച് നമുക്ക് ഇത് നീളം കൂട്ടിക്കൊണ്ടുപോകാം. നിങ്ങൾക്ക് നല്ലോണം ഫ്രില്ല് പോലെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷേ 2 റൗണ്ടിലും ഹാഫ് ഡബിൾ ക്രോഷേ 2 എണ്ണം വീതം സൈഡിൽ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല കർവ് കിട്ടും. പക്ഷേ ചെറിയ ന്യൂ ബോൺ ബേബിക്ക് ആയതുകൊണ്ട് അത്രയും ഇതില്ലാത്ത നല്ലത്, വീതി ഇല്ലാത്ത നല്ലത്. നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ 1 റൗണ്ട് ഇൻക്രീസിങ്ങും 3 റൗണ്ട് സാധായും പിന്നെ 1 റൗണ്ട് ഇൻക്രീസിങ് 3 റൗണ്ട് സാധാ അങ്ങനെ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് നീളം എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും വെച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ നീളം ചെയ്തിട്ട് ലാസ്റ്റ് റൗണ്ട് ഞാൻ വേറെ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതവിടെ ടോട്ടൽ 29 റൗണ്ടായിട്ട്, ഇത് 29ാമത്തെ റൗണ്ടാണ് ഞാൻ ചെയ്തത്. ഇവിടെ നിന്ന് തൊട്ടിട്ട് ടോട്ടൽ 29 റൗണ്ടായി. ഇനി ഞാൻ ലാസ്റ്റ് റൗണ്ട് ഗ്രീൻ കളർ യാൺ വെച്ചിട്ടാണ് ഇതിൻ്റെ ബോർഡർ റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ സ്ലിപ്പ് സ്റ്റിച്ച്, ഈ റൗണ്ടിൻ്റെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്ന അവിടെ വെച്ച് ഗ്രീൻ യാണ് ജോയിൻ ചെയ്യാണ്. ഞാൻ ഇതിലെടുത്തു സ്ലിപ്പ് സ്റ്റിച്ച്, ഗ്രീൻ യാൺ വെച്ചിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി നമുക്ക് ചെയിൻ 1 ഇടാം. ഇനി ഈ 2 യാൺ, നമ്മുടെ നേരത്തെ യാണും ഇപ്പോഴുള്ള ഗ്രീൻ യാണും കൂടി ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേസ് ചെയ്യാം. അപ്പോൾ അത് തുന്നേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ജസ്റ്റ് നല്ല വലിച്ച് ടൈറ്റാക്കുക. ഈ 2 യാൺ നന്നായിട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റായിട്ട് നിൽക്കും. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ, വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. അങ്ങനെ ഫുൾ ഈ റൗണ്ട് മൊത്തം ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ഈ ഗ്രീൻ കളർ യാണുകൊണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ ഗ്രീൻ കളർ യാൺ വെച്ചിട്ട് മൊത്തം ഈ റൗണ്ട് മൊത്തം ചെയ്യുക. അപ്പം ഇനി ഞാൻ ഇത് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം. ഇനി ഫ്ലവർ ഉണ്ടാക്കുന്നതും ലീഫ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം. ഇതിൽ വെക്കുന്ന ഫ്ലവറും ലീഫും ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്നും ലീഫ് എങ്ങനെ ഉണ്ടാക്കാമെന്നും പിന്നെ അത് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതും കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് നൂലിങ്ങനെ വിട്ടതിന് ശേഷം ഒരു മാജിക് റിങ്, ഒരു മാജിക് സർക്കിൾ ഉണ്ടാക്കണം. ഞാൻ ഫസ്റ്റ് വീഡിയോസിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ മാജിക് സർക്കിൾ ഇടാമെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ എൻ്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മാജിക് റിങ് ഇടാമെന്ന് മനസ്സിലാവും. അപ്പോൾ അത് കാണാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു മാജിക് റിങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 3 ഇട്ട് കൊടുക്കാം. 1 2 3 ചെയിൻസ് ഇട്ടു. ഇനി യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ ഈ മാജിക് റിങ്ങിലേക്ക് ഹൂക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ യാണ് ഈ ഹൂക്ക് കൂടെ പുറത്തെടുക്കുക. 1. ഓക്കെ, എന്നിട്ട് വലിച്ചു കൊടുക്കുക. വീണ്ടും എടുക്കുക. 2 3 4 5. ഓക്കെ, അതിന് 5 പ്രാവശ്യം എടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഫുള്ളും പുറത്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ചെയിൻ 2 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാജിക് റിങ്ങിലേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പെറ്റൽ റെഡിയായി. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. ഫസ്റ്റ് ചെയിൻ 3 2. ഓക്കെ, ഫസ്റ്റ് ചെയിൻ 3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഈ മാജിക് റിങ്ങിലേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണ് പുറത്തെടുത്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ നീളത്തിൽ കിട്ടും. വീണ്ടും എടുക്കുക. ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് പുറത്തേക്ക് എടുക്കുക. 2 പ്രാവശ്യമായി. വീണ്ടും ചെയ്യുക. 3 പ്രാവശ്യമായി. 4 5. അങ്ങനെ 5 പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തമായിട്ട് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ചെയിൻ 2 ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. വീണ്ടും ചെയിൻ 3. ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ ചെയ്യുക. 5 പ്രാവശ്യം എടുത്ത് കൊടുക്കുക. 1 2 3 4 5. 5 പ്രാവശ്യം എടുത്തു. എല്ലാ ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. 2 ചെയിൻ ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൊരു പെറ്റൽ ഉണ്ടാക്കാനുള്ള പണി. അപ്പോൾ ഞാൻ ഇവിടെ 3 പെറ്റൽ ചെയ്തു. ഇനി 2 പെറ്റലും കൂടി ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഓക്കെ, ഞാനിതവിടെ 5 പെറ്റൽസ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5. 5 എണ്ണം ചെയ്തു. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഈ യാണൊന്ന് പുറത്തേക്ക് വലിക്കുക. എന്നിട്ട് നമ്മുടെ ഈ യാണ് നന്നായിട്ട് ഇവിടെ പിടിച്ചിട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കാം. ഓക്കെ, നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് വരിക. ഞാൻ കട്ട് ചെയ്യാം. ഈ ഹൂക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം.
ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലവർ. നമുക്ക് ഫ്രോക്കിൽ വെക്കാനുള്ള ഫ്ലവേഴ്സ്. ഞാൻ അവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഈ ഫ്ലവറും ലീഫൊക്കെ അതിൽ അറ്റാച്ച് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തത് ലീഫ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഗ്രീൻ കളർ യാണും പിന്നെ 2.5 mm ഹൂക്കുമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ലീഫ് ആയതുകൊണ്ടാണ് 2.5 mm ഹൂക്ക് എടുത്തത്. നമുക്ക് എങ്ങനെ ലീഫ് ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ലിപ്പ് നോട്ട് ഇട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 7 ചെയിൻസ് ഇടണം. 7 ചെയിൻസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, 7 ചെയിൻസ് ഇട്ടു. ഇനി നമുക്ക് സെക്കൻഡ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ച് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. പിന്നെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സൈഡിൻ്റെ ലീഫ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയിൻ 4 ഇടണം. 1 2 3 4 ചെയിൻസ് ഇട്ട് കൊടുത്തു. സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഫോർത്ത് സ്റ്റിച്ചിലേക്ക് വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇടാം. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേൻ്റെ സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ടിട്ട് ആ ലീഫിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ച് ഡബിൾ ക്രോഷേ, നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ചെയ്തു പോവുക. ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ. ഓക്കെ, തേർഡ് സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്തു. പിന്നെ ഫോർത്ത് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ. പിന്നെ അതാ ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട്, അതിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫസ്റ്റ് സ്റ്റിച്ച് വരും, അതിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മുടെ ഫസ്റ്റ് ടോപ്പിൽ വരുന്ന സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്യാം. ലീഫായിട്ട് ചെറിയ ലീഫ് റെഡിയായി. നമുക്ക് ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ 2 ടൈൽ എൻഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഡ്രസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ഈ 2 ഭാഗത്തുള്ള നമ്മൾ ബാക്കി വന്ന ഫ്ലവർ ചെയ്തതിലും ഇതേപോലെ 2 നൂല് വരും. ആ നൂല് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡ്രസ്സിൽ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ലീഫ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 2.5 mm കൊണ്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വലിയത് വേണമെന്നുണ്ടെങ്കിൽ, വലിയ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ 3 mm കൊണ്ടും ഒക്കെ ചെയ്യാൻ. 2 mm ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെറിയ ലീഫ് കിട്ടും. ഇനി നമുക്ക് ഡ്രസ്സിലേക്ക് വെക്കണം നോക്കാം. അപ്പോൾ ഞാൻ ഒരു 4 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് 4 ഫ്ലവർ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ഫ്ലവർ വെക്കുന്നത്. ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ട സ്റ്റെമ്മ് ചെയ്യണം. അപ്പോൾ സ്റ്റെമ്മ് ചെയ്യാൻ ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് തന്നെയാണ് സ്റ്റെം ചെയ്യുന്നത്. ഇവിടുന്ന് സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്രീൻ കളർ വെച്ച് ജസ്റ്റ് ചെയിൻസ് നമ്മളുടെ നീളത്തിനനുസരിച്ച് ചെയിൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചെയിൻസ് അതിൽ ജോയിൻ ചെയ്യുക. അത്രേ വേണ്ടുള്ളൂ. കുറേ പണികളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ചെയിൻസ്, ഇപ്പം നമുക്ക് ആ വൈറ്റ് ഫ്ലവറൊക്കെ വെക്കണമെങ്കിൽ ചെറിയ ചെയിൻസ് ഉണ്ടാക്കിയിട്ട് നമ്മളതിൽ നമ്മൾ സൂചി നൂലും വെച്ച് തുന്നി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ലീഫ് വയ്ക്കുക, ഫ്ലവർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ സ്റ്റെംസാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് വെറുതെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ജസ്റ്റ് നമുക്കതിനെ വെച്ച് നോക്കാം നീളം എത്ര മതിയോ എന്നുള്ളത്. ഓക്കെ, എനിക്കിപ്പോൾ ഇത്രയും നീളം മതി. ഞാനിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ
ഫ്ലവറും വെച്ച് തുന്നും. പിന്നെ കുറച്ച് 2 ലീഫോ എന്നു വെച്ചാൽ നമുക്ക് ആ ഡ്രസ്സിലേക്ക് എത്ര ലീഫ്സൊക്കെ വരിക എന്നുള്ള ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് 2-3 ലീഫ് ഒരു സ്റ്റെമ്മിൽ നിന്ന് വരുന്ന രീതിയിലൊക്കെ ആക്കി വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ നൂല് കൊണ്ട് തന്നെ ജസ്റ്റ് വെറുതെ തുന്നി കൊടുക്കുകയുള്ളൂ. അപ്പം ഇനി ഞാൻ ജസ്റ്റ് സൂചി ഏതാണെന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാ തുന്നണ സൂചി അതിനേക്കാളും കുറച്ചും കൂടി വലിയ സൂചിയാണ്, കാരണം ഈ വലിയ യാൺ കയറാൻ വേണ്ടിയിട്ടുള്ള സൂചി അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് ഞാൻ ഇവിടെയും പിന്നെ മേലെയും ഒക്കെ ചെറിയൊരു നോട്ടിട്ട് കൊടുക്കുകയുള്ളൂ. പിന്നെ ലീഫ് വയ്ക്കും, പിന്നെ ഫ്ലവർ വെക്കാൻ ഈ നൂല് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഫ്ലവറും ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിത് ഫുൾ അറ്റാച്ച് ചെയ്യട്ടെ, ഫ്ലവറും സ്റ്റെമ്മും ലീഫൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കാണിക്കാം. പിന്നെ ബാക്കിൽ നമുക്ക് ഹൂക്ക് വയ്ക്കാണ്ട്, ഇതിൻ്റെ ബാക്കിൽ അവിടെ ഹൂക്ക് വയ്ക്കണം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കാണിക്കാം. അപ്പം ഞാനിതാ എല്ലാ ഫ്ലവേഴ്സും ഒക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രോക്ക് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ ഫ്രോക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ സൈസിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ കളർ ഫ്ലവർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേറെ ഫ്ലവറും ലീഫും ഒക്കെ വെച്ച് ഒന്നും കൂടി ഭംഗിയൊക്കെ കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫ്രോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാം. വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജിലും മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.